ഹായ്. നീറ്റിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുക എങ്ങനെയാണ് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മളത് ആൻസർ ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് A to Z ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങി ലാസ്റ്റ് സ്റ്റേജ് വരെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് NTA സൈറ്റ് നോക്കുക. ഇതിൽ നീറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി neet.nta.online.in എന്നുള്ള സൈറ്റിലാണ് കയറേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കയറുന്നത് ഈ പറഞ്ഞ ഈ ഒരു വിൻഡോയിലേക്കാണ്. അതിൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ വിൻഡോയുടെ ഒരു സ്ക്രോളിംഗ് മെസ്സേജൊക്കെ കാണാം. അതിൽ ഇവിടെ നോക്കിയാൽ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഓർ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അപ്പോൾ നിങ്ങൾ കയറുന്ന സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം നീറ്റ് UG 2024 എന്ന് കാണാം. ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ താഴെയായിട്ട് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് കാണാം. ലെഫ്റ്റ് സൈഡിലെ താഴെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുണ്ടാവും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും സംശയമുള്ളവർക്ക് മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാം. അപ്പോൾ അതിൽ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ജനറൽ കാറ്റഗറി കുട്ടികളാണെങ്കിൽ 1700 രൂപയാണ്. EWS അല്ലെങ്കിൽ NCL ആണെങ്കിൽ 1600 അതേപോലെ SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ തേർഡ് ജെൻഡറൊക്കെ ആണെങ്കിൽ 1000 ആ ഫീസിൻ്റെ ഡീറ്റെയിൽ ശ്രദ്ധിക്കുക. ഈ ഡീറ്റെയിലിന് ശേഷം നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തു അതിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെന്നുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് പുതിയൊരു പേജിലേക്ക്. ആ പേജിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ആ ലോഗിൻ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിജി ലോക്കർ രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതേപോലെ ABC ID അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ആധാർ ആയിരിക്കും ചൂസ് ചെയ്യുക. പാൻ കാർഡ് ചൂസ് ചെയ്തും പാസ്പോർട്ട് ചെയ്തും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിലേതെങ്കിലും അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ആധാർ ഉപയോഗിച്ച് ചെയ്തു. അങ്ങനെ ആധാർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങളവിടെ ആധാർ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക. അങ്ങനെ ആധാർ നമ്പർ കൊടുത്ത് ജനറേറ്റ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് വരുന്ന OTP നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ OTP കൊടുത്ത് കൺഫേം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാലിഡേറ്റ് OTP കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ നിങ്ങൾ OTP വാലിഡേറ്റ് ചെയ്ത് അതായത് ആധാർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരുപാട് മെത്തേഡുള്ളതിൽ നമ്മൾ ആധാർ ചൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം. ബെറ്റർ ആധാർ ആയിരിക്കും. മജോറിറ്റി ആൾക്കാരും അത് ചൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ ആധാറിൻ്റെ ബേസിൽ പറയുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു. ഓൾമോസ്റ്റ് ആധാർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഒക്കെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പേര്, ജെൻഡർ, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അതിൽ കാണിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പേരൻസിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ളതുപോലെ, അതായത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലും ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിലും ആധാറിലും ഒക്കെ ഉള്ളതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആസ് പെർ ദ 10th സർട്ടിഫിക്കറ്റ് എന്നാണ്. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th മാർക്ക് ഷീറ്റിലുള്ളതുപോലെ നിങ്ങളുടെ ഗാർഡിയൻ്റെ അതായത് അച്ഛൻ്റെയും അമ്മയുടെയും പേര് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നാഷണാലിറ്റി ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഇന്ത്യൻ NRI OCA ഒക്കെ ഉണ്ട്. അതിലിപ്പോൾ ഇന്ത്യയിൽ ഇല്ല എന്നതിൻ്റെ പേരിൽ ഇന്ത്യൻ അല്ലാണ്ടാവുന്നില്ല. ഇപ്പോൾ NRIs അവർ ചിലപ്പോൾ പഠനാവശ്യത്തിന് പോയതായിരിക്കാം, അല്ലെങ്കിൽ പേരൻസ് അവിടെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് പോയവരാണ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് പോയവരാണ്. അവരുടെ നേറ്റീവ് പ്ലേസ് ഇപ്പോഴും കേരളമാണ്. ഇവിടെ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങളുടെ ബൈ ബർത്ത് നിങ്ങൾ കേരളൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കൊടുക്കാം. NRI എന്ന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓവർസീസ് കാൻഡിഡേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കൊടുക്കാം, ഇന്ത്യൻ ആണെങ്കിൽ. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ടൈപ്പ് ചോദിക്കും. അപ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് ചോദിക്കും. അതായത് ഐഡൻറ്റിറ്റി ടൈപ്പ്, അതിന് എനി അതർ വാലിഡ് ID പ്രൂഫ്, ഫോട്ടോഗ്രാഫുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതിൽ ആധാർ അല്ലെങ്കിൽ എനി അതർ വാലിഡ് ID കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കൊടുക്കാം. അതേപോലെ റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ക്ലാസ് +2ൻ്റെ
മാർക്ക് ഷീറ്റ് കൊടുക്കാം, ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ, അല്ലെങ്കിൽ അതേപോലെ നാഷണലൈസ്ഡ് ബാങ്കിന്റെ പാസ്ബുക്ക്, ഇതൊക്കെ ഫോട്ടോ ഉള്ള ID പ്രൂഫ് ആയിരിക്കണമെന്ന് മാത്രം അങ്ങനെ ചൂസ് ചെയ്യുക. എന്നിട്ട് ആ ഡോക്യുമെന്റിന്റെ നമ്പർ, ഐഡന്റിഫിക്കേഷൻ നമ്പറും കൊടുക്കുക. ഞാനതിൽ വീണ്ടും ആധാർ തന്നെയാണ്, അതിന്റെ നമ്പർ തന്നെയാണ് വീണ്ടും കൊടുത്തത്. ഇനി ഇതിൽ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സാണ്, നിലവിലുള്ള അഡ്രസ്സ്. അങ്ങനെ നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് അവിടെ കൊടുക്കുന്നു. പ്രസന്റ് അഡ്രസ്സിൽ നിങ്ങളുടെ വീട്ടുപേര്, അങ്ങനെ കൺട്രി, സ്റ്റേറ്റ്, ലൊക്കാലിറ്റി ഒക്കെ ചോദിച്ചു, ഡിസ്ട്രിക്റ്റ് ഒക്കെ, അതൊക്കെ നിങ്ങൾക്ക് ആ കൺട്രി, അതേപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഒക്കെ ആ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ തന്നെ സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രസന്റ് അഡ്രസ്സ് ഇന്ത്യക്ക് പുറത്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിൻകോഡിന് പകരം ഒരു 60 കൊടുത്താൽ മതിയാവും. ഓക്കെ, പിൻകോഡ് കൊടുക്കേണ്ടതില്ല, 60 കൊടുത്താൽ മതിയാവും. പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതായത് നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി മൊബൈൽ നമ്പർ കൊടുത്തു. പിന്നീട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഈ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ കമ്പൽസറി ആണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തു കഴിയുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇത് കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പേരൻസിന്റെ ആരുടെയെങ്കിലും നമ്പർ വേണമെങ്കിലും അഡീഷണലി കൊടുക്കാം. അതിനുശേഷം പെർമനന്റ് അഡ്രസ്സ് ചോദിക്കും. ഇപ്പോൾ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡിൽ സെയിം ആസ് പ്രസന്റ് അഡ്രസ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അതിവിടെ ഫില്ലായി. ഇനി അതല്ല, പെർമനന്റ് അഡ്രസ്സ് മാറ്റമുണ്ട്, ഇപ്പം നിൽക്കുന്ന സ്ഥലമല്ല ശരിക്കും പെർമനന്റ് അഡ്രസ്സ്, ഇത് പ്രസന്റ് അഡ്രസ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും രണ്ടായി തന്നെ കൊടുക്കാം. അത് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ അഡ്രസ്സിന്റെ പ്രത്യേകത അതനുസരിച്ച്, രണ്ടും ഒന്നാണെങ്കിൽ സെയിം ആസ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡിന് ഒരു 8 തുടങ്ങി 13 വരെ ക്യാരക്ടറാണ് അതിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. മിനിമം 8 ക്യാരക്ടറെങ്കിലും കൊടുക്കണം. അതിലൊരു ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതേപോലെ ഒരു നമ്പറും ഒക്കെ ഉണ്ടാവണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പാസ്വേഡ് ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്തു, പാസ്വേഡ് കൺഫേം ചെയ്തു. അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുക, അതിനൊരു ആൻസറും കൊടുത്തേക്കുക. ആ പേജ് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്കൊരു ക്യാപ്ച കോഡ് അവിടെ ഉണ്ടാവും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് സബ്മിറ്റ് ചെയ്തേക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ പേജിലേക്ക് എൻ്റർ ചെയ്യും. ആ പേജിൽ 2 ഓപ്ഷനാണ്. ഒന്ന് എഡിറ്റ് രജിസ്ട്രേഷൻ ഫോമും ഉണ്ട്, 2 സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ഉണ്ട്. ഈ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം, ഇപ്പോൾ തിരുത്താം. ഇനി അതല്ല, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ OTP നിങ്ങളുടെ ഫോണിലേക്ക് വന്നുകൊള്ളൂ. അപ്പോൾ ഇതിൽ ഈ പേജിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൃത്യമായിരിക്കണം. ഇനി തിരുത്താൻ ഒരു സമയം തരില്ല എന്നാ പറയും. എല്ലാ വർഷവും ഇങ്ങനെ പറയും, എന്നിട്ട് പിന്നീട് ഒരു 7 ദിവസമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെ പ്രതീക്ഷിക്കേണ്ട. അവർ പറഞ്ഞിരിക്കുന്ന ക്ലോസ് അനുസരിച്ച് ഇനി ഒരു സമയം തരില്ല എന്നാണ്. തരാറുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണെങ്കിലും നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിലൊരു ചെക്ക് ബോക്സ് ആണത്. അപ്പോൾ ആദ്യം നോക്കുക, നിങ്ങളുടെ പേര് കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ അച്ഛൻ്റെ പേര് കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്, സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക, അതായത് 10th ഡോക്യുമെന്റ് പ്രകാരം. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന പോലെയാണോ, ആണെങ്കിൽ അതും ക്ലിക്ക് ചെയ്യുക. പിന്നീട് അമ്മയുടെ പേര്, അതും ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിക്ക് ചെയ്യുക, ജെൻഡർ, ഇതൊക്കെ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓരോന്നും ക്ലിക്ക് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ താഴെ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോമും ഉണ്ട്, സബ്മിറ്റ് ആൻഡ് സെൻഡ് OTPയും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ആണ്. അപ്പോൾ ഐ എഗ്രി കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും, ഡു യു വാണ്ട് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് ഗെറ്റ് OTP? യെസ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്കാണ് OTP വരിക, ഫോണിലേക്കല്ല, മെയിലിലേക്കാണ് OTP വരിക. അപ്പോൾ ഞാൻ ആ OTP അവിടെ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ OTP എൻ്റർ ചെയ്താൽ അവിടെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട്, അതും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആണെന്നുള്ളൊരു മെസ്സേജ് വരും. ഇനി നമ്മൾ മുമ്പ്, അതായത് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്ത, ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്ത അതേ ഫേസിൽ വന്നു. അവിടെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലാണ് മുമ്പ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം റൈറ്റ് സൈഡിലാണ്. കാരണം ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉണ്ട്. ഇനി അതുകൊണ്ട്, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിരിക്കുന്നതും അതേപോലെ മുമ്പ് പാസ്വേഡ് വന്നതും മെയിലിലാണ്, ഫോണിലല്ല ചെക്ക് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ മെയിലിലേ വരൂ. അപ്പോൾ നമ്മളിവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുന്നു. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് ഡിജി ലോക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ABCID ഉപയോഗിച്ചിട്ടോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൈമറി രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും ചൂസ് ചെയ്യുക, താഴെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അങ്ങനെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്യുക.
ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രീൻ കാണും. ദാ നോക്കിക്കോ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ്. ഇനി ആപ്ലിക്കേഷൻ ഫോം ആണ് ഫില്ല് ചെയ്യേണ്ടത്, അതേപോലെ ഫീ പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം, തുടർച്ചയായി തന്നെ ചെയ്യണമെന്നില്ല. ഇനിയാണ് സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റെപ്പിലാണ്. ആദ്യത്തേത് അത്ര ടഫായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ താഴെ ആ പേജിൻ്റെ താഴേക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ ഡീറ്റെയിൽ അതിൽ വന്നിട്ടുണ്ടാവും. ആ ഡീറ്റെയിലിൻ്റെ ബാക്കിയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴേക്ക് ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഒരു എമർജൻസി, ഒരു അഡീഷണൽ ഫോൺ നമ്പറും ഒരു അഡീഷണൽ മെയിൽ ഐ ഡിയും കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി അഡീഷണലി കൊടുക്കേണ്ടതുണ്ട്. ഒരു എക്സ്ട്രാ നമ്പറും എക്സ്ട്രാ ഫോൺ നമ്പറും, അതായത് ഒരു മൊബൈൽ നമ്പറും പിന്നീട് ഒരു ഇമെയിൽ ഐ ഡിയും, അത് നിങ്ങളിവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽ നോക്കിയാൽ എല്ലാ ഡീറ്റെയിലും അവിടെ കംപ്ലീറ്റ് ആണ്. ഈ അഡീഷണൽ ഫോൺ നമ്പറും അഡീഷണൽ മെയിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ അതിൻ്റെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യാം. ഐ എഗ്രി കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഓക്കെ കൊടുക്കുക. അടുത്ത പേജിൽ വന്നു. അടുത്ത പേജിൽ കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അതായത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി നിങ്ങൾ എവിടെ നിന്നാണ് പാസ്സായത് എന്ന് ചോദ്യമുണ്ട്. അതിൽ നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ബോക്സ് നോക്കിയാൽ സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ കേരള, അതായത് നിങ്ങൾ എവിടെയാണ് ഹയർ സെക്കൻഡറി പഠിച്ചത് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് കേരള എന്ന് കൊടുക്കുന്നു. ഇനി അത് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിന് പുറത്ത് പഠിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പഠിച്ചവരുണ്ടാവാം. അപ്പോൾ ആ കൺസേൺ റീജിയൻ എടുക്കുക. ഇന്ത്യക്ക് പുറത്ത് പഠിച്ചവരാണെങ്കിൽ അതേഴ്സ് കൊടുക്കുക. ബാക്കി നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ പഠിച്ചത് അത് ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ചോദ്യമുണ്ട്, ഡയബറ്റിക് ആണോ എന്ന്. കാരണം നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചോക്ലേറ്റുകൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കൂടെ കരുതണമെങ്കിൽ അതിനുള്ള പെർമിഷൻ അതാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ ഡയബറ്റിക് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. പിന്നീട് ഫാമിലി ഇൻകം ആണ്. അത് നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് അതിൽ കുറേ റേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു അപ്രോക്സിമേറ്റ്ലി ഒരു റേഞ്ച്, അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ വരുമാനമോ അങ്ങനെ എക്സാക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഏറെക്കുറെ അതിനൊപ്പം നിന്നാൽ മതി. ഇനി ബിലോങ് ടു മൈനോറിറ്റി ആണോ എന്നുള്ളത്, അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി അങ്ങനെയുള്ള കാറ്റഗറി. ഫോർവേഡ് കാസ്റ്റ് അല്ല എങ്കിൽ മൈനോറിറ്റി കൊടുക്കാം. അവിടെ എസ് എന്ന് കൊടുക്കാം. ഡോക്യുമെൻ്റ് ഒന്നും കൊടുക്കേണ്ടതില്ല. എസ് മൈനോറിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നോ എന്ന് കൊടുക്കാം. റൈറ്റ്, ഏതാണെന്നുള്ളത് നോക്കി അത് ഫില്ല് ചെയ്യുക. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തെന്നുണ്ട്. കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്, സെൽഫ് സ്റ്റഡി ഉണ്ട്. അതിലേതാണോ, ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഓൺലൈൻ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സസ് ഇൻ സ്കൂൾ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ക്ലാസ്സസ് ഇൻ സ്കൂൾ. അപ്പോൾ അടുത്തതിൽ പിന്നെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നാണ്. അതിൽ കറസ്പോണ്ടൻറ്റ് കോഴ്സ്, ഇൻഡിവിജ്വൽ ട്യൂഷൻ, ഓൺലൈൻ കോച്ചിങ്, സെൽഫ് സ്റ്റഡി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഓൺലൈൻ കോച്ചിങ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം പിന്നീട് താഴെ ഡു യു ഇൻറ്റൻഡ് ടു വിയർ കസ്റ്റമറി ഡ്രസ് കോൺട്രറി ടു ദ ഡ്രസ് കോഡ് വൈൽ അപ്പിയറിംഗ് നീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മതപരമായ വേഷങ്ങൾ എക്സാമിൻ്റെ സമയത്ത് ധരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ തട്ടം ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ സഭകളിലെ സിസ്റ്റേഴ്സ് അവർ ഉപയോഗിക്കുന്നത്, അങ്ങനെ തല മറയ്ക്കുന്ന അല്ലെങ്കിൽ സാധാരണ ഈ ഡ്രസ് കോഡിന് വെളിയിലുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഡ്രസ് കോഡ് പറയുമ്പോൾ ഹാഫ് കൈ ആയിരിക്കണം, അതേപോലെ മെറ്റൽ ബട്ടൺ പാടില്ല, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു എക്സെപ്ഷൻ വേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അങ്ങനെയുള്ളവർക്ക് അത് വേണമെങ്കിൽ എസ് കൊടുക്കാം. ഇപ്പോൾ സാധാരണ അങ്ങനെ പറയുന്നവർക്ക് എക്സാമിന് നമ്മൾക്ക് റിപ്പോർട്ടിംഗ് ടൈമിന് അരമണിക്കൂർ മുമ്പ്, എക്സാമിൻ്റെ സമയമാകുമ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നവർ അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് ടൈമിന് അരമണിക്കൂർ മുമ്പ് ഫ്രിസ്കിംഗ് പ്രോസസ്സിന് പങ്കെടുക്കണമെന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് നോ എന്ന് മാത്രം കൊടുത്തു. പിന്നെയുള്ളത് ഇവിടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. കാറ്റഗറിയിൽ ജനറൽ ആണോ, EWS ആണോ. ഇവിടെ ഡോക്യുമെൻ്റ് കൊടുക്കേണ്ടതില്ല. ജനറൽ ആണോ, EWS ആണോ, OBC NCL ആണോ, അതേപോലെ SC ST ഇതിലേത് കാറ്റഗറിയാണ് എന്നുള്ളത്.
ഇതിൽ OBC എന്ന് പറയുന്നത് NCL സർട്ടിഫിക്കറ്റ്, താലൂക്കിൽ നിന്ന് നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് NCL കൊടുക്കാം. താലൂക്കിൽ നിന്ന് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നല്ല, താലൂക്കിൽ നിന്ന് നിങ്ങൾക്ക് EWS കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് EWS കൊടുക്കാം. അപ്പോൾ അതിൽ ചിലർക്ക്, ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അതിന് ധാരണയുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് വാങ്ങിയവരുണ്ടാവും, അപ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ല. ഇനി അതല്ല, നിലവിൽ സർട്ടിഫിക്കറ്റ് കയ്യിലില്ല, ആദ്യമായിട്ടൊക്കെ അപ്പിയർ ചെയ്യുന്നവരാണെങ്കിൽ ഞാനത് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ തൽക്കാലം അത് ആപ്ലിക്കേഷൻ അവിടെ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താലൂക്ക് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കുക. നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആ അപേക്ഷ കിട്ടിയതിന് ശേഷം നിങ്ങൾ ബാക്കി ഫില്ല് ചെയ്താൽ മതി. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ. നമുക്കത് പിന്നീട് അഡ്മിഷൻ പർപ്പസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് പുതിയതെടുക്കാം. ബട്ട് നമുക്കത് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കൺഫേം ചെയ്തിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് പിന്നെ പ്രശ്നമില്ല, നിങ്ങൾക്ക് ജനറലിൽ തന്നെ കൊടുക്കാം. പിന്നെ പ്ലേസ് ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. അർബൻ റീജിയൻ ആണോ റൂറൽ റീജിയൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനവിടെ റൂറൽ റീജിയൻ എന്ന് കൊടുത്തു. ദെൻ കൺട്രി ഓഫ് റെസിഡൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഏത് ആണ് എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ ഇന്ത്യ എന്ന് കൊടുത്തു. പിന്നെയും ക്യാപ്ച കോഡാണ്. ഓരോ പേജിലും നമ്മൾ ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡ് കൊടുത്ത് വേണം അടുത്ത പേജിൽ പോകാൻ. അപ്പോഴും സേവ് ആൻഡ് നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, സോറി, ഐ എഗ്രി കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഐ എഗ്രി കൊടുക്കുക. ഐ എഗ്രി കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അടുത്ത പേജിൽ എത്തിയിട്ടുണ്ട്. അടുത്ത പേജിൽ ഇഫ് യു ആർ എ PWD കാൻഡിഡേറ്റ്, ഇപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ ഡോക്യുമെന്റ് പിന്നീട് ഇതിൻ്റെ എൻഡിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാധാരണ ഈ പ്രോസ്പെക്ടസിൻ്റെ എൻഡിൽ തന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്യുമെന്റ് എടുത്ത് അതിൻ്റെ ഒരു ഫോമാറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണ് ബെറ്റർ, കാരണം നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി ഓൾറെഡി നിങ്ങൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇല്ല അല്ലെങ്കിൽ UDID കാർഡ് പോലെയുള്ള ID കാർഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതായത് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് നോക്കുക. നമ്മുടെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ്, ലാസ്റ്റ് ഡേറ്റ് അല്ല, ഒരു 2-3 ദിവസം മുമ്പ് വരെ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ് ഉപയോഗിക്കാം. അപ്പോൾ ഞാനവിടെ നോ എന്ന് കൊടുത്തു. ഇപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഇല്ലാത്ത കുട്ടികൾക്ക് അതിൽ പ്രശ്നമില്ല. നോ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. നോ എന്ന് കൊടുത്തു. വെരിഫിക്കേഷനാണ്. വീണ്ടും ക്യാപ്ച കോഡ് അവിടെ കൊടുക്കണം. എഗെയിൻ ആ പേജിൻ്റെ ഏതിലും ഐ എഗ്രി, സേവ് ആൻഡ് നെക്സ്റ്റ്. PWD ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ആ പേജ് നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്തത് അത്രയും കഴിയുമ്പോൾ നിങ്ങൾ പിന്നീട് എക്സാം സെൻറ്റർ ഡീറ്റെയിലേക്ക് വരിക. അപ്പോൾ അടുത്ത സ്ക്രീന് എക്സാം സെൻറ്റർ ഡീറ്റെയിൽ ആണ്. അപ്പോൾ അതിൽ നാഷണൽ എലിജിബിലിറ്റി കം അപ്ലൈഡ് ഫോർ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതാണ്, അപ്ലൈഡ് ഫോർ. അതിൽ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വന്നിട്ടുണ്ട് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അതിൻ്റെ താഴെ സ്റ്റേറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എടുക്കുക. അതിൽ നിങ്ങൾക്ക് മലയാളം കൊടുക്കാം, ഇംഗ്ലീഷും കൊടുക്കാം. മലയാളം കൊടുത്താലും നിങ്ങൾക്ക് ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻ ആണ്, 2 ലാംഗ്വേജും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇംഗ്ലീഷ് കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ മലയാളം കൊടുത്താൽ മലയാളം മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷും മലയാളവുമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇംഗ്ലീഷ് കൊടുത്തു. ഇത് ഫില്ല് ചെയ്താൽ മാത്രമാണ് അടുത്ത ഓപ്ഷൻ വരിക. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിന് കൊടുത്തു. പിന്നീട് അവിടെ ഓപ്ഷനിൽ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളിടത്ത് കേരള മാത്രം വന്നു. റീസൺ, ഞാൻ എൻ്റെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും കേരളയാണ് കൊടുത്തത്, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പെർമനന്റ് അഡ്രസ്സോ പ്രസന്റ് അഡ്രസ്സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് വേറൊരു സ്ഥലത്ത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രസന്റ് അഡ്രസ്സും കേരളത്തിൽ പെർമനന്റ് അഡ്രസ്സും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റിൽ രണ്ടും കാണിക്കുമായിരുന്നു. ഓക്കെ, അവിടെ ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ മാത്രം. ഇവിടെ നിങ്ങൾ മലയാളം ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും 2 സ്ഥലത്താണ്, ഒന്ന് തമിഴ്നാടും ഒന്ന് കേരളവുമാണെന്ന് വിചാരിക്കാം. നിങ്ങൾ മലയാളം കൊടുത്താൽ നിങ്ങൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ മാത്രമേ എഴുതാൻ പറ്റൂ. നേരെ തിരിച്ച് ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ കേരളം മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കൊടുത്താലും മലയാളം കൊടുത്താലും ഒക്കെ കേരളത്തിൽ മാത്രം, അതായത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സോ പ്രസന്റ് അഡ്രസ്സോ ഉള്ള സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം സിറ്റി അലോട്ട് ചെയ്യുക. ഇതിലിപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സെൻറ്ററുകൾ മാത്രമാണ് തന്നിരിക്കുന്നത്, എബ്രോഡ് സെൻറ്റർ ഇതുവരെ വന്നിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരും, അതായത് നിങ്ങൾക്ക് എക്സാം സിറ്റി മാത്രമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള അവസരം പിന്നീട് തരും, അങ്ങനെ വന്നാൽ. അപ്പോൾ ഞാനിവിടെ കേരള എന്ന് ചൂസ് ചെയ്തു. അതുപോലെ സെക്കൻഡ് ചോയ്സ് അതും കേരള തന്നെയാണ്, കാരണം എൻ്റെ 2 അഡ്രസ്സും അവിടെ തന്നെയാണ്. റൈറ്റ്. ഇനി അതിൻ്റെ എക്സാം ചോയ്സസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാ സെൻറ്ററുകളും അവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിരിക്കുന്ന ഫസ്റ്റ് സിറ്റി ചൂസ് ചെയ്യാം, അതുപോലെ സെക്കൻഡ് സിറ്റിയും ചൂസ് ചെയ്യാം. അങ്ങനെ 2 എക്സാം സിറ്റി ചൂസ് ചെയ്തു.
പിന്നെയുള്ളത് ഗാർഡിയൻ്റെ ഒക്യുപ്പേഷനാണ്. അതുപോലെ ഗാർഡിയൻ്റെ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നെടുത്ത് ഓപ്ഷൻസ് ഫിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് വെറുതെ അഗ്രികൾച്ചറൊന്നും ഇല്ലിറ്ററേറ്റൊന്നും വെറുതെ കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. അതൊരു അതൊക്കെ സെക്കൻഡറി ഇൻഫർമേഷൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പേരൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ അത് കൊടുക്കാം. അതേപോലെ എന്താണോ ഒക്യുപ്പേഷൻ അതും കൊടുക്കാം. എഗെയിൻ ക്യാപ്ച കോഡും ഐ എഗ്രിയും കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ എക്സാം ഡീറ്റെയിൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ലെഫ്റ്റിൽ ബോക്സിൽ കാണിക്കും. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആണ്, അഡീഷണൽ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ ഫിൽ ചെയ്ത് വന്നു എന്നുള്ളത് കാണിക്കും. റൈറ്റ്. അടുത്തത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആണ്. ആദ്യത്തേത് 10th ഓർ ഇക്വലന്റ്. 10th ഡീറ്റെയിൽ ആണ്. അതിൽ പാസ് അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. കാരണം വെച്ചാൽ 10th എന്തായാലും ക്വാളിഫൈ ആയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നിങ്ങൾ പാസ്ഡ് തന്നെ അതിൽ വന്നിട്ടുണ്ടാവും. ഇയർ ഓഫ് പാസിങ് ചോദിക്കും. അപ്പോൾ ഇയർ ഓഫ് പാസിങ് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാം 10th അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്ലേസ് ഓഫ് സ്കൂളിങ് ചോദിക്കും. എവിടെയാണ്, അർബൻ ആണോ റൂറൽ ആണോ എന്ന് ചോദിക്കും. അത് ഫിൽ ചെയ്യുക. ടൈപ്പ് ഓഫ് സ്കൂൾ ചോദിക്കും. അത് ഗവൺമെൻറ് എയ്ഡഡ് ആണോ, അതുപോലെ ഗവൺമെൻറ് സ്കൂൾ. പിന്നെ സ്കൂളിൻ്റെ ടൈപ്പ് ഓഫ് സ്കൂൾ ചോദിക്കും. അതിൽ ഗവൺമെൻറ് സ്കൂളാണോ, എയ്ഡഡ് പ്രൈവറ്റ് ആണോ, അതുപോലെ നവോദയ സ്കൂളുകളാണോ, കേന്ദ്രീയ വിദ്യാലയമാണോ, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എയ്ഡഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ത് വേണമെങ്കിലും എടുക്കാം. പ്രൈവറ്റ് അൺഎയ്ഡഡ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിലേതാണോ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ഡീറ്റെയിൽ അത് ഫിൽ ചെയ്യുക. അത് എവിടെയാണ് പഠിച്ചതെന്നുള്ളത് കൂടി ചോദിക്കുന്നുണ്ട്. അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് എവിടെയാണ് പഠിച്ചതെന്നുള്ളതുണ്ട്. ഏത് ജില്ലയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് ബോർഡാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ബോർഡാണെങ്കിൽ ഇപ്പോൾ CBSE കൊടുത്തിട്ടുണ്ട്. അതുപോലെ ICSE, എല്ലാ സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റ് ബോർഡുകൾ. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊടുത്തു. പിന്നെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ പേര് അത് ഫിൽ ചെയ്തു. പിന്നെ കോളേജിൻ്റെ പിൻകോഡ്, പിന്നീട് അതിലെ റോൾ നമ്പർ, ഞാൻ വെറുതെ ഒരു നമ്പർ കൊടുത്തു. റിസൾട്ട് നമുക്കത് പെർസെൻറ്റേജും ഉണ്ട്, CGPA ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ അപ്ലിക്കബിൾ അത് കൊടുക്കാം. CGPA സ്കോർ ആണെങ്കിൽ അങ്ങനെ, പെർസെൻറ്റേജ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ പെർസെൻറ്റേജ് കൊടുത്താൽ പിന്നെ താഴേക്ക് പെർസെൻറ്റേജുകളാണ് ചോദിക്കുക. ടോട്ടൽ മാർക്ക് എത്രയിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ കിട്ടിയ മാർക്ക് എത്രയാണെന്നുണ്ട്. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് മാർക്ക് ലിസ്റ്റിൽ ടോട്ടൽ എത്രയാണോ അത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജ് അവിടെ വന്നോളും. പിന്നെ +1 ഇത് ചോദിക്കുന്നുണ്ട്. ഈ +1 എക്സാം ഉള്ളവർ, ബോർഡ് എക്സാം ഉള്ളവർ മാത്രമാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. +1 ബോർഡ് എക്സാം ഇല്ലാത്തവർക്ക് അത് ലീവ് ചെയ്യാം. അതിൽ +1 ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. +1 ഉള്ളവരാണെങ്കിൽ, +1 സെപ്പറേറ്റ് മാർക്ക് ലിസ്റ്റും ബോർഡ് എക്സാമും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ പാസ്ഡ് എന്ന് കൊടുക്കുക. ഇനി അവർക്ക് അങ്ങനെ +1 മാർക്ക് ലിസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ അതങ്ങ് ഒഴിവാവും. പിന്നെ +2 ഡീറ്റെയിലേക്ക് നേരെ വരും. അപ്പോൾ അതിൽ പാസ് സ്റ്റാറ്റസ് ഉണ്ട്. 2 ഓപ്ഷൻ ഉണ്ട് അതിൽ. അതായത് പാസ്സായ കുട്ടികളുമുണ്ട്, ഇപ്പോൾ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ 2ൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വർഷം എഴുതുന്ന കുട്ടികൾക്ക് അപ്പിയറിങ് കൊടുക്കാം, പാസ്സായവർക്ക് പാസ്ഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് പാസ്ഡ് എന്ന് കൊടുത്തു. അപ്പിയറിങ് ആണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് വരില്ല. ഞാൻ ഇപ്പോൾ അപ്പിയറിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഇല്ല, ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എവിടെയാണ് സ്കൂള്, അതേപോലെ ക്വാളിഫയിങ് എക്സാം ഏത് മോഡിലാണ്, അതൊക്കെ കൊടുക്കേണ്ടി വരും. മാർക്കിൻ്റെ ഡീറ്റെയിൽ വേണ്ടി വരില്ല. ഉദാഹരണത്തിന് ഇയർ ഓഫ് പാസിങ് 2024 അവിടെ കാണിക്കും, കാരണം അപ്പിയറിങ് ആണ് കാണിച്ചത്. എന്നാൽ പാസ്ഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ വരും. അപ്പോൾ അതിൽ ഇയറുകൾ കുറേ ഉണ്ടാവും, ഏത് വർഷം പാസ്സായി എന്നുള്ളതുണ്ടാവും. ഞാൻ ഒരു ഇയർ കൊടുത്തു. ക്വാളിഫയിങ് എക്സാമിൻ്റെ കോഡ് ചോദിക്കുന്നുണ്ട്. ആ എക്സാമിൻ്റെ കോഡ് ഇപ്പോൾ പാസ്ഡ് എന്ന് കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് വരുന്നത്. അതായത് 1 എന്നുള്ള കോഡ് അപ്പിയറിങ്ങിൻ്റെതാണ്. ഈ പാസ്സായ കുട്ടികൾക്ക് ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ കോഡ് 2, അതായത് പാസ്സായി, മാർക്ക് ലിസ്റ്റ് കയ്യിലുണ്ട്. എന്നാൽ കോഡ് 3 പിന്നീട് അങ്ങോട്ട് വരുന്ന കോഡുകൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ പ്രീ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കും അങ്ങനെയുള്ളവർക്കാണ്. അപ്പോൾ അത് പ്രോസ്പെക്ടസ് ഞാൻ കോഡ് പറഞ്ഞിരുന്നു. അപ്പോൾ റിപ്പീറ്റേഴ്സിന് 2 ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പാസ്ഡ് എന്നുള്ളതും കാണിച്ചു,
അപ്പിയറിംഗ് എന്നുള്ളതും കാണിച്ചു. അതിന് രണ്ട് കൂട്ടർക്കും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ജസ്റ്റ് പാസ്ഡ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. കോഡ് 2 വന്നു. പ്ലേസ് ഓഫ് സ്കൂളിംഗ് ഉണ്ട്, അർബൻ ഓർ റൂറൽ എന്നുണ്ട്. ഞാൻ ജസ്റ്റ് അർബൻ എന്ന് കൊടുത്തു. ഇപ്പോൾ ടൈപ്പ് ഓഫ് സ്കൂള് ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ പ്രൈവറ്റ് ആണോ അത് ഫില്ല് ചെയ്യുക. ക്വാളിഫയിങ് എക്സാം സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കേരള എന്ന് കൊടുത്തു. എക്സാം ഡിസ്ട്രിക്റ്റ് ഏതാണ്, എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ ഡിസ്ട്രിക്റ്റ് സ്കൂളിൽ ഇരിക്കുന്ന ഡിസ്ട്രിക്റ്റ് കൂടെ കൊടുക്കുക. ഏത് ബോർഡാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ ഈ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്, ഓരോ സ്റ്റേറ്റുകളുടെയും അല്ലെങ്കിൽ ഓരോ ഹയർ സെക്കൻഡറി ബോർഡുകളുടെയും ലിസ്റ്റ് തന്നെയുണ്ട്. ഇതിലൊന്നും ബാധകമല്ലാത്ത, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതൊന്നും അല്ല എങ്കിൽ നിങ്ങൾക്ക് അതേഴ്സും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പുറത്തൊക്കെ പഠിച്ചവർക്ക് അതേഴ്സും കൊടുക്കാം. അതിൻ്റെ എല്ലാത്തിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ അതേഴ്സ് അപ്ലിക്കബിൾ അല്ലാത്തതിനൊക്കെ അതേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതും ചെയ്യാം. പിന്നെ സ്കൂളിൻ്റെ അഡ്രസ്സാണ്, സ്കൂളിൻ്റെ പിൻകോഡും പിന്നെ റോൾ നമ്പർ. റിസൾട്ട് നിങ്ങൾക്ക് പെർസെൻറ്റേജിലോ CGPAയിലോ കൊടുക്കാം. ഞാനിവിടെ പെർസെൻറ്റേജ് കൊടുത്തു. എത്രയിലാണ് മാർക്കെന്ന് ചോദിച്ചു. അപ്പോൾ ഹയർ സെക്കൻഡ് +2ൻ്റേതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് ലിസ്റ്റിൻ്റെ എത്രയാണ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1200 മാർക്ക് ലിസ്റ്റാണ് +2ന് ശേഷം ഉള്ളതെങ്കിൽ 1200 കൊടുക്കാം, 1000 ആണെങ്കിൽ 1000 എന്ന് കൊടുക്കാം. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അതിൽ ഒബ്റ്റെയിൻഡ് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജ് അവിടെ കാണിക്കും. പിന്നെ ഓരോന്നിൻ്റെയും മാർക്കാണ് കൊടുക്കേണ്ടത്. ഇംഗ്ലീഷിൻ്റെ ടോട്ടൽ മാർക്ക് കൊടുക്കണം, എത്രയിലാണ് ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് കൊടുക്കുക. ഒബ്റ്റെയിൻഡ് മാർക്ക് അതിൽ എത്ര കിട്ടിയെന്നുള്ളത് കൊടുക്കുക. പിന്നീട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ആ ഓർഡറിലാണ്. അതിൽ ടോട്ടൽ മാർക്ക് എത്രയാണ്, ഒബ്റ്റെയിൻഡ് മാർക്ക് എത്രയാണ് എന്ന് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് കൊടുക്കുക, ഐ എഗ്രി കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തു. ഇനിയുള്ളത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അടുത്തത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അഡീഷണൽ ഡീറ്റെയിൽസിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ആർ യു എ ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈയിങ് ഫോർ നീറ്റ്. ട്വിൻ ബ്രദർ ഉണ്ടോ, രണ്ടുപേരും നീറ്റ് എഴുതുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതായത് രണ്ടുപേരും ഐഡൻറ്റിക്കലൊക്കെ ആണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് എസ് കൊടുത്താൽ വേറെ ചോദ്യങ്ങൾ വരും, അടുത്തയാളുടെ ഡീറ്റെയിൽ കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി അല്ലെങ്കിൽ അല്ല എന്ന് കൊടുത്തേക്കുക, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. അടുത്തത്, ഇതിനു മുമ്പ് നീറ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടോ. ഉണ്ട് എന്ന് ചോദിച്ചാൽ അപ്പുറത്തോടുത്ത ക്വസ്റ്റ്യൻ വരും, എത്രാമത്തേതാണ് ഈ അറ്റംപ്റ്റ് എന്ന് ചോദിക്കും. ഇല്ല എന്നാണെങ്കിൽ ആ ചോദ്യം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഞാൻ എസ് കൊടുത്തു. അപ്പോൾ നമ്പർ ഓഫ് പ്രീവിയസ് അറ്റംപ്റ്റ് ചോദിക്കുന്നുണ്ട്, മുമ്പ് എത്ര പ്രാവശ്യം എഴുതി എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പ് ഒരു പ്രാവശ്യം ആണെങ്കിൽ 1 എന്ന് കൊടുത്തേക്കാം. ഇനിയുള്ളത് അവിടുത്തെ ക്യാപ്ച കോഡാണ്, അത് കൊടുത്തു. ഐ എഗ്രി കൊടുത്തു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡേറ്റ സേവ്ഡ് എന്നൊരു മെസ്സേജ് വന്നു. ഓക്കെ, ഇനിയുള്ളത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് അപ്ലോഡിംഗ് ആണ്. ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങിൽ ആദ്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അപ്പോൾ അതിൻ്റെ സൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമം 10 GB ആയിരിക്കണം, മാക്സിമം 200 GB ആയിരിക്കണം. സിഗ്നേച്ചർ മാക്സിമം 30 GB ആവാം. നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും 200 GB വരെ പോവാം. തമ്പ് ഇംപ്രഷൻ 30 GB. അതായത് നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും സിഗ്നേച്ചറും മാക്സിമം 30 GB. 2 ഫോട്ടോഗ്രാഫും മാക്സിമം 200 GB. അതാണ് സൈസ്. അത് നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഫയൽ ഒന്ന് ചൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫ്, പോസ്റ്റ് കാർഡ് അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, അതേപോലെ നിങ്ങളുടെ ഫിംഗറിൻ്റെ ഇംപ്രഷൻ, അതേപോലെ സ്കാൻഡ് സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്ലോസിലും അല്ലെങ്കിൽ പ്രോസ്പെക്ടസിലും ഒക്കെ പറഞ്ഞ പല സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്തിരുന്നു നമ്മുടെ ഫിംഗറിൻ്റെ 2 കൈയുടെയും വിരലുകളുടെ ഇംപ്രഷൻ ഒരു മാക്സിമം 200 KB വരെ പോകാമെന്നാണ് ക്ലോസുകളിലൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലായിടത്തും പറഞ്ഞിരുന്നത് അതിൻ്റെ സൈസ് 10 to 200 KB ആണ്. 10 to 200 KB സൈസ് പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ ഈ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ മാക്സിമം സൈസ് 30 KB എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 KB ആണ് മാക്സിമം സൈസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലോസ് പ്രകാരം കൺഫ്യൂസ് ആവേണ്ടതില്ല. അപ്പോൾ ചിലപ്പോൾ അത് അപ്ലോഡ് ആവില്ല, അവിടെ തന്നെ സൈസ് കൂടുതലാണെന്ന് കാണിക്കും. നിങ്ങൾ മിക്കവാറും ഒരു സെൻറ്ററിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലായിരിക്കും ചെയ്യുക. അപ്പോൾ അവരോട് സൈസ് കുറച്ച് ചെയ്യാൻ പറയുക, അതിൽ ടെൻസ്ഡ് ആവേണ്ടതില്ല. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിൽ സേവ് ആൻഡ് നെക്സ്റ്റ്, എല്ലാ വിൻഡോയിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ജസ്റ്റ് ഒരു ഓക്കെ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാണാം. അപ്പോൾ ആ ഒരു പ്രിവ്യൂവിൽ അപ്പോൾ നിങ്ങൾ കൊടുത്ത ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും ആ പ്രിവ്യൂവിൽ കാണാം. അതായത് നിങ്ങളുടെ അഡ്രസ്സ്, അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിലുകൾ, പെർമനന്റ് അഡ്രസ്സ് ഡീറ്റെയിൽ, അതേപോലെ ഇൻകം, അതായത് നമ്മൾ ഓൾമോസ്റ്റ് എന്തൊക്കെ ഡീറ്റെയിൽ ആണോ ഇതുവരെ പല സ്റ്റെപ്പിലായിട്ട് കൊടുത്തത് ആ ഡീറ്റെയിലുകളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിൽ കാണാം. അപ്പോൾ ഇത് ഒന്ന് മുഴുവനൊന്ന് നോക്കുക, സമയമെടുത്ത് നോക്കണം. നിങ്ങളുടെ മാർക്കും ഡീറ്റെയിലും, അതായത് ഓരോ ലൈനും ശ്രദ്ധിച്ച് വായിച്ച് ടെൻഷനൊന്നും ഇല്ലാണ്ട് അതൊന്ന് വായിച്ച് തീർത്ത് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ ഇതെല്ലാം വായിച്ച് ക്ലിയർ ആയി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു വേരിഫിക്കേഷൻ ഉണ്ട്, മൊബൈലിൻ്റെ വേരിഫിക്കേഷൻ ഉണ്ട്. അതിനുവേണ്ടി ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന വെരിഫൈ യുവർ നമ്പർ എന്നുള്ള ആ ഒരു സെഷനിലെ ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നമ്പർ അതിൽ കാണിക്കും. അപ്പോൾ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് OTP വന്നിട്ടുണ്ടെന്ന് കാണും. ഇനി ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രിവ്യൂ പേജ് കാണിച്ച് ആ പേജിൽ കറക്ഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് ആ പർട്ടിക്കുലർ കാറ്റഗറി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ എന്താണോ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഒരു ഡൗട്ടും അല്ലെങ്കിൽ അതിലൊന്നും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനില്ലെങ്കിൽ മേലെ ഒരു ബ്ലൂ കളറിൽ മൊബൈൽ വെരിഫിക്കേഷൻ ഉണ്ട്, അതിന് ക്ലിക്ക് ചെയ്യാറുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൻ്റെ നമ്പർ അതിൽ കാണിക്കും. ക്യാപ്ച കോഡ് അടിക്കുക, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് യുവർ മൊബൈൽ നമ്പർ ഈസ് വെരിഫൈഡ് എന്നൊരു മെസ്സേജ് വരും. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ യുവർ മൊബൈൽ നമ്പർ ഈസ് വെരിഫൈഡ് എന്ന് കാണിക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആ വെരിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ആ പ്രിവ്യൂ പേജ് കാണിക്കും. ആ പ്രിവ്യൂ പേജിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഫൈനൽ സബ്മിറ്റ് എന്നുണ്ടാവും. ആ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പ്രോസസ്സ്. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഈ ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് എന്നുണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓരോന്ന് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പേര് വെരിഫൈ ചെയ്തിട്ടില്ലേ, അതേപോലെ അമ്മയുടെ പേര്, മൊബൈൽ നമ്പർ, ഇങ്ങനെ ഓരോന്നും വെരിഫൈ ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങൾ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം. അത് ഫുള്ള് ടിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ഉണ്ടാവുക. ഓക്കെ, എല്ലാം കൊടുത്തു, ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ എൻഡിൽ തന്നിരിക്കുന്ന ചെക്ക് ലിസ്റ്റിലെ ഓരോന്നും നിങ്ങൾ ടിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, യുവർ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് സക്സസ്ഫുള്ളി. ഇത് നല്ല തിരക്കുള്ള സമയങ്ങളാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ. നിങ്ങളിത് കൊടുത്തു കഴിയുമ്പോൾ നേരെ പഴയ പോലെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ പേജിലേക്ക് വരും. വീണ്ടും നിങ്ങൾ കൊടുക്കണം, വീണ്ടും ചിലപ്പോൾ തിരിച്ചു വരും. ഇത് കുറേ പ്രാവശ്യം ഉണ്ടാവും. തിരക്ക് കൂടിയ സമയങ്ങളിൽ ആ പ്രശ്നമുണ്ട്, കുറേ സമയം എടുക്കേണ്ട പ്രോസസ്സാണ്. പിന്നെ തിരക്ക് കുറഞ്ഞ സമയങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് തീരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒക്കെ അതിൻ്റെ ഡേ ടൈമൊക്കെ അതിൻ്റെ പീക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഓക്കെ, പതിയെ തിരക്ക് കുറയും, അപ്പോൾ ചെയ്താലും മതി, അല്ലെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് നിങ്ങൾ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ യുവർ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ തന്നെ കാണിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോം പല സെഷനായിട്ടാണ് നമ്മൾ തീരുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽ കൊടുക്കുന്നു, മാർക്ക് കൊടുക്കുന്നു, ഇങ്ങനെ പല സെഷനായിട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സെഷന് ശേഷം നിങ്ങൾ ലോഗൗട്ടായി പോയാലും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടത് റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും ഒക്കെ പിന്നെ നിങ്ങൾ എവിടെ നിർത്തിയോ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ആ പേജിൻ്റെ കൊടുത്ത ഡീറ്റെയിൽ ആ ഒരു പേജിൽ ഇത് പോയിട്ടുണ്ടാവും, ആ പേജ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലാതെ ആദ്യം തൊട്ടേ ഒന്നും ചെയ്യേണ്ട വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുമ്പോഴേ നിങ്ങൾ ഇനി ഏതാണോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റെപ്പിലേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഫീ കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ ഫീ പേയ്മെൻ്റ് ആണ്. അത് മാത്രമാണ് ഇപ്പോൾ ഇൻകംപ്ലീറ്റ് കാണിക്കുന്നത്. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പേ നൗ കൊടുക്കുന്നു. പേ നൗ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പേരും ആപ്ലിക്കേഷൻ നമ്പറും അടയ്ക്കേണ്ട എമൗണ്ടും ഞാൻ ജനറൽ എന്ന് കൊടുത്തത് കൊണ്ട് എനിക്ക് 1700 നിങ്ങൾ ഏത് കാറ്റഗറി കൊടുക്കുന്നു അതിനനുസരിച്ചാണ് ഫീ കാണിക്കുക. ജസ്റ്റ് പേ നൗ എന്നുള്ളത് അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാവും എത്രയാണ് അടയ്ക്കേണ്ടത്. ജസ്റ്റ് പേ നൗ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ SBI, HDFC, കാനറ, ICICI ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതും ചൂസ് ചെയ്യാം. ഏതും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. അതർ ബാങ്ക് ഇപ്പോൾ ഇതിൽ കുറേ ഉണ്ട്. ഇപ്പോൾ ഞാൻ SBI ചൂസ് ചെയ്തപ്പോൾ നെറ്റ് ബാങ്കിങ് കാണിക്കുന്നുണ്ട്, അതർ ബാങ്ക് നെറ്റ് ബാങ്കിങ് കാണിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് കാണിക്കുന്നുണ്ട്, മറ്റു ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് കാണിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ബാങ്ക് കാർഡ്സ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ചാർജസ് അവൈലബിൾ ആയിരിക്കും. അതിൽ ക്രെഡിറ്റ് കാർഡിൽ മാത്രമാണ് ഇപ്പോൾ ചാർജസ് കാണിക്കുന്നത്. അതുപോലെ അതർ നെറ്റ് ബാങ്കിങ്ങിലും ഇതിൽ അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് അഡീഷണൽ ഫീ ഒന്നും വരുന്നില്ല. ഇത് മാത്രം അടച്ചാൽ മതിയാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് കാണിക്കും. അത് നിങ്ങൾ കൺഫേം ചെയ്താൽ ബാക്കി നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ അല്ലെങ്കിൽ പിന്നും ഒക്കെ കൊടുത്ത് പേ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ആ കൺഫർമേഷൻ പേജ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ബാങ്കിൻ്റെ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, കാർഡ് ഹോൾഡർ നെയിം അങ്ങനെയുള്ള ഡീറ്റെയിൽ കൊടുക്കുക, പേ ചെയ്യുക. ഓക്കെ, അതോടെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ ആ പേജ് കിട്ടിയിരുന്നു. ആ പേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ഫർദർ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച് വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഒരു കോപ്പി എന്തായാലും കയ്യിൽ വയ്ക്കുക, മറക്കരുത്. അപ്പോൾ ഈ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം അതായത് നിങ്ങൾ ബാക്ക് അടിക്കുന്നില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ബാക്കിയില്ല, നിങ്ങൾ ബാക്ക് അല്ല അടിക്കുന്നത്, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്പും, ഓരോ സ്റ്റെപ്പും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടെ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക, എററൊന്നും ഇല്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പാതി നമ്മുടെ പണി കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാമിനെ സമീപിക്കാനും സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.